വ്ളോഗ്സ് ബേ സിന്ധുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇടുക്കി ജില്ലയിലെ മങ്കുവ എന്ന ഡാമാണ് കാണുന്നത്. ഒരു ചെറിയ ഡാമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ ഡാമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, കഥകളൊക്കെ നമുക്കിവിടെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത് മുരിക്കാശ്ശേരിയിൽ നിന്നാണ്. മുരിക്കാശ്ശേരിയിലെ പ്രശസ്തമായ ഒരു കോളേജാണ് നമ്മളിവിടെ കാണുന്നത്, പാവനാത്മ കോളേജ്. അപ്പോൾ നമുക്ക് ഒത്തിരിയധികം കുട്ടികളവിടെ ഇപ്പോൾ കോളേജ് വിട്ട സമയമാണ്, കുട്ടികളൊക്കെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോകളൊക്കെ നല്ലോണം പകർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് സൂര്യരശ്മികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൈഡിൽ വല്ലാത്ത വെട്ടമായതുകൊണ്ട് നമുക്ക് വീഡിയോകൾ പകർത്താൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും കോളേജിൻ്റെ കുറച്ച് പടങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മളിവിടുന്ന് ചിന്നാറിന് പോവുകയാണ്. അപ്പോൾ ചിന്നാറിനുള്ള വഴിയാണ് കേട്ടോ ഇത്. ഭയങ്കര ഇറക്കമാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയെ തൂങ്ങിക്കിടക്കുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും പകർത്താൻ പറ്റുന്നില്ല. ഭയങ്കര ഇറക്കമാണ്. ഈ ഇറക്കത്തൂടെ വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ചിന്നാർ പാലത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ചിന്നാർ പുഴയും ചിന്നാർ പാലവുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ പുഴയ്ക്ക് കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട് കേട്ടോ. മുമ്പൊന്നും ഈ പുഴയിൽ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചെറിയ ഡാം ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ ഇത്രത്തോളം വെള്ളം ഉണ്ടായതെന്ന് ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശരിക്കും ഈ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇത് കണ്ടോ, ഈ ഇടത്തെ സൈഡിൽ വെള്ളം കിടക്കുന്നത് ആ നദിയിലെ വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പം ഒത്തിരിയധികം ഡാമുകളുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ ഒത്തിരിയധികം ഡാമുകളുണ്ട്. അപ്പോൾ ഈ ഡാമുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ ഇത് കണ്ടോ, ചെമ്പരത്തി മതിൽ. ഇവിടെ സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു മതിലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടുന്ന് ഡാമിൻ്റെ അടുത്ത് ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നദി കണ്ടോ, താഴോട്ടൊഴുകുന്നത് കണ്ടോ. ശരിക്കും നല്ല ഒഴുക്കാണ് കേട്ടോ വെള്ളം. നമുക്ക് ശരിക്കും പേടിയാവും, ആ രീതിയിൽ നല്ല ഒഴുക്കാണ് വെള്ളം. ശരിക്കും പറയാം, നമ്മൾ ഈ റോഡ് നിൽക്കുന്ന ഈ സൈഡിലെ പല ഭാഗങ്ങളിലും വെള്ളം ഒത്തിരി കയറി പോകുന്നുണ്ട് കേട്ടോ. വലിയൊരു പ്രളയം പോലെ ഏകദേശം ഒരു 10 ദിവസമൊന്നും മഴ പെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ദിവസം കൊണ്ട് ഇവിടെ വലിയൊരു വെള്ളക്കെട്ടായി. അപ്പോൾ ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തിയതിന് ശേഷമേ ഈ വഴിയെ ഇങ്ങനെ പോരുവാണേ. ശരിക്കും നമുക്ക് പേടിയാകും, രണ്ട് സൈഡും കാടൊക്കെ പിടിച്ച് കിടക്കുവാന്നേ. അപ്പം ഭയങ്കര കാറ്റും. അപ്പോൾ ഞാൻ ഈ ഫെൻസിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഈ ഡാം ഒന്ന് നോക്കുവാണേ. എന്തായാലും വേണ്ടിയില്ല, കാണാൻ വന്നല്ലേ. അപ്പോൾ ഇവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടണലിൻ്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഈ സൈഡിലെ പാറ ഒക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ KCB ബോർഡിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു കപ്പിയുള്ളൊരു സംഭവമൊക്കെ. സാധാരണ ഈ ഷട്ടറൊക്കെ പൊക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ കപ്പിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പം കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടോ ഒരു ഷട്ടറിനകത്തോടെ വെള്ളം പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നത്. നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി കാണാം കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഇടുക്കി യാത്രയ്ക്കൊക്കെ ആയിട്ട് എത്തിച്ചേരുന്ന ആളുകൾക്ക് കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മങ്കുവൊക്കെ. അപ്പോൾ അധികം വിനോദസഞ്ചാരികളെയൊന്നും നമ്മളിവിടെ കാണുന്നൊന്നുമില്ല. ആരും തന്നെ അങ്ങനെ യാത്രയ്ക്കൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു പ്ലേസാണ്. കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഷട്ടറിനകത്തോടെ വെള്ളം പോകുന്ന പോലെ പോകുന്നത് സേഫ്റ്റി വാൽവാണ് ഈ ഡാമിൻ്റെ. ഇതുണ്ടോ വെള്ളം, എന്ത് വെള്ളം നോക്കി, നല്ല രസം കേട്ടോ. ഈ വെള്ളം അങ്ങോട്ടാണ് ഒഴുകുന്നത്, ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടാണ് ഒഴുകുന്നത് കേട്ടോ. അപ്പം ഒരു മിനിമം വെള്ളം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് ബാക്കി വെള്ളം ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട്. അത് അതിൻ്റെ ആ മിനിമം കഴിയുമ്പോൾ അത് താഴോട്ട് ഒഴുകി പോകുന്നത് നമുക്ക് അപ്പുറത്തെ ചിലപ്പം കാണാം കേട്ടോ. നമ്മളിപ്പം ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ കാണുവാണേ. നമ്മൾ എതിർ സൈഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴുകുന്നത്. ഇങ്ങനെ ഡാമിൽ വെള്ളം ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുന്നതാണ്. കുറച്ച് ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ നമുക്ക് പേടിയാവും, ഇവിടെ ഈ സൈഡിലൊക്കെ വന്നൊന്ന് വേണം എടുക്കാനായിട്ടൊക്കെ ചിത്രങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ, നോക്കിയേ എന്നാ രസമാണെന്ന് നോക്കിയേ, പ്രകൃതിയുടെ ഭംഗിയൊക്കെ നോക്കിയേ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന പല ഭാഗത്തൂടെ കാണും. ഒരു പാലം കണ്ടോ, ഈ പാലം ശരിക്കും പറഞ്ഞാൽ ഈ ഡാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പാലത്തിലൂടെയായിരുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഇടുക്കിയിൽ ഒത്തിരിയധികം പാലങ്ങളുള്ളൊരു സ്ഥലമാണ് ഇടുക്കി കേട്ടോ. കാരണം ഒത്തിരിയധികം ഡാമുകളുണ്ട്, പുഴകളുണ്ട്. അങ്ങനെ ശരിക്കും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കി ഇതൊക്കെ.
ഇത് രസമല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ ഈ കെട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡില്ലേ, ആ റോഡേ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോരുവാണ്. അപ്പോൾ കാറൊക്കെ കടന്നു പോകും. അതുപോലെ തന്നെ പിക്കപ്പൊക്കെ ഇതിൽ ഓടി പോകുന്ന കണ്ടായിരുന്നു കേട്ടോ. ചെറിയ വണ്ടികളൊക്കെ പോകും, ഭാരവാഹനങ്ങളൊന്നും പോകാനുള്ളൊരു വീതിയൊന്നുമില്ല. എങ്കിലും സുന്ദരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നോക്കിയാൽ പാറക്കെട്ടൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒത്തിരിയധികം കാഴ്ചകൾ നമുക്കിവിടെ പങ്കുവെക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടുക്കിയുടെ കൂടുതൽ കാഴ്ചകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.